നമ്മുടെ ഭർത്താവിൻ്റെ പൈസ ഇരുന്നല്ല, നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. നമ്മുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിൽ പൈസ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ വരുന്നു നമ്മളിത് കൃത്യമായിട്ട് പറയാം. എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് ആരും തന്നിട്ടുണ്ടായതല്ല, ഞാനായിട്ട് നേടിയെടുത്തതാണ്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ വരുന്നുണ്ട്, അത് എന്തൊക്കെ ചിലവാക്കേണ്ട എല്ലാം നമുക്ക് അനുവാദം ചോദിക്കേണ്ടി വരും. ഒരുപാട് സന്തോഷം. അപ്രതീക്ഷിതമായിട്ടാണ് ഉദ്ഘാടക എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ മാറ്റിയത്. അപ്പോൾ ആദ്യം തന്നെ സംസാരിക്കേണ്ടി വന്നു. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ പണി പാളിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം വനിതകൾക്ക് വേണ്ടിയിട്ട്, വനിതകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരുടെ കലാ സാംസ്കാരിക മെച്ചത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു കൂട്ടായ്മ, ഇങ്ങനൊരു വേദി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരു വനിത എന്ന രീതിയിൽ എനിക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്കിതിൻ്റെ 3ാമത്തെ വനിതാ വേദിയാണ്. എൻ്റെ നാട്ടിൽ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ വേദിയിലും ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലും ഭാഗ്യമുണ്ടായി. ഇതിപ്പോൾ എൻ്റെ 3ാമത്തേന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും തുടർച്ചയായിട്ട് 3 വനിതാ വേദിയിൽ ഉദ്ഘാടക എന്ന രീതിയിൽ പോകാൻ പറ്റിയപ്പോൾ റെക്കോർഡുണ്ട്. അപ്പോൾ അതിനും സന്തോഷം. എന്തായാലും രാവിലെ മുതൽ ഇതിൻ്റെ പ്രോഗ്രാമും ഡാൻസും എല്ലാവരുടെ കലാപരിപാടിയൊക്കെ നടക്കുകയാണെന്ന് ഇവിടെ അറിഞ്ഞു. ഞാൻ വരുന്ന വഴിക്കൊക്കെ ഇവിടെ പ്രോഗ്രാം നടക്കുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇങ്ങനൊരു ഒരു ദിവസം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം കുറേ ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് കലാപരമായ കഴിവുകളൊക്കെ, ഞാനൊരു കലാകാരിയല്ലേ, അപ്പം കുറേ അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കും, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടായിരിക്കും. ചിലപ്പോൾ അതൊന്നും വീട്ടിലെ കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് അതൊന്നും പ്രകടിപ്പിക്കാൻ ഒരു വേദി കിട്ടാതെ, ഇതൊന്നും അറിയപ്പെടാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വേദിയായിട്ട് ഇത് കണ്ടിട്ട് അവരുടെ കലാപരമായ കഴിവുകളെ അത് പ്രകടിപ്പിക്കാൻ ഒരു വേദിയായി കണ്ട് അത് ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരുടെ നല്ല കഴിവുകളൊക്കെ ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റട്ടെ, നന്നായി എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റട്ടെ. പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റട്ടെ. ഇപ്പം എല്ലാവരും പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, നമുക്ക് ആരെങ്കിലും തരേണ്ട ഒരു സാധനമല്ലല്ലോ സ്വാതന്ത്ര്യം. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം അത്യാവശ്യം പക്വതയുള്ളൊരു സ്ത്രീയാണ്. അപ്പം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് ആരും തന്നിട്ടുണ്ടായതല്ല, ഞാനായിട്ട് നേടിയെടുത്തതാണ്. അപ്പം ഇപ്പം ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സമൂഹമോ നമുക്ക് തരേണ്ടതല്ലല്ലോ. നമ്മുടെ ചിന്താഗതിയല്ലേ ആദ്യം മാറേണ്ടത്. ഇപ്പം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, എനിക്ക് ചേരുന്ന വസ്ത്രം എനിക്ക് എൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൽ ആരും കണ്ട അയ്യെന്ന് പറയാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കണം, അല്ലാതെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ ഒരു പുരുഷനോ പറയേണ്ടതല്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ വസ്ത്രധാരണമായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ സാധാരണ നമ്മളെപ്പോഴും പറയും, ഒരു സ്ത്രീ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുന്നത് അവൾക്ക് ജോലി കിട്ടുമ്പോഴെന്ന് പറയും. പക്ഷേ എനിക്കിപ്പോഴും എൻ്റെ ഒരു സംശയമാണ്, നമുക്കൊരു ജോലി കിട്ടുമ്പോൾ ഒരു നല്ല വിദ്യാഭ്യാസം. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ്, ഞാനും എൻ്റെ ചേച്ചി. അപ്പോൾ എൻ്റെ അമ്മയുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, നമ്മളെ പഠിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ജോലി ഉണ്ടാക്കുക, എന്നിട്ട് കല്യാണം കഴിപ്പിച്ച് വിടുക, മക്കളുണ്ടാവുക. അതൊക്കെ ആയിരിക്കും സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരല്ലേ. ആ ചേച്ചിയൊക്കെ തല കെട്ടുന്നുണ്ട് ആണെന്ന്. അങ്ങനെയാണോ വേണ്ടത്? അതല്ല സാധാരണ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നാളൊരു മോളുണ്ടാകുമ്പോൾ ഞാനൊരിക്കലും അത് പറയില്ല. അവളെ വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ആദ്യം കല്യാണം കഴിഞ്ഞൊരു ജോലി കിട്ടിയ ഉടനെ അവരെ കല്യാണം കഴിപ്പിച്ച് മക്കളുണ്ടാവുക, അതായിരിക്കില്ല. അങ്ങനെ ചിന്തിക്കരുത്. കാരണം അവരുടെ എത്ര എന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം, നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടൂല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അത് മാത്രമല്ല, നമുക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും പറയും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയി, അവർക്ക് സ്വാതന്ത്ര്യമായി, അവർക്ക് ഇനി എന്തുപോലും ചെയ്യാമെന്ന്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നമ്മുടെ കയ്യിൽ കാശ് കിട്ടി, ഇവിടെ ഇരിക്കുന്ന എത്ര ചേച്ചിമാർ പറയും നമുക്ക് കിട്ടുന്ന കാശ് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചിലവാക്കാൻ പറ്റുന്നുണ്ടെന്ന്, അല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും, നമ്മുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിൽ പൈസ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ വരുന്നു നമ്മളിത് കൃത്യമായിട്ട് പറയാറില്ല. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പൈസ തരും, പക്ഷേ എത്ര രൂപ വരേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്ത്രീകൾ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ വരുന്നുണ്ട്, അത് എന്തൊക്കെ ചിലവാക്കേണ്ട എല്ലാം നമുക്ക് അനുവാദം ചോദിക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും നമുക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ, ഒരു ജോലി മാത്രം പോരാ, നമ്മൾ സമ്പാദിക്കുന്ന പൈസ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാനും കൂടി പറ്റണം, അല്ലേ? നാളെയും നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ പൈസ ഇരുന്നല്ല, നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റണം. ആ പൈസ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചിലവാക്കാനും പറ്റണം. നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ചിലവാക്കാനും കൂടി പറ്റുമ്പോഴേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ആകാൻ പറ്റട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇപ്പം ഇത്തരം വേദികൾ ഒരു ദിവസം കൊണ്ട് മാത്രം, ഇപ്പോൾ ഇവിടെ കുറേ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഈ വനിതാ വേദി എന്ന് പറഞ്ഞ ഈ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അവസാനിക്കാണ്ട്
ഇത്തരം വേദികൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇനിയും ഉണ്ടാവണം. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇനിയും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു വരുമാന മാർഗമായിട്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം നമ്മളെല്ലാവരും, ഞാനൊക്കെ കോമഡിയിലൊക്കെ അവതരിപ്പിക്കുമ്പോഴേ തൊഴിലുറപ്പാണ് നമ്മൾ എപ്പോഴും കളിയാക്കുന്ന ഒരു പരിപാടി. എല്ലാവരും പറയും തൊഴിലുറപ്പല്ല തൊഴിലിരിപ്പാന്ന് പറയും. പക്ഷേ എൻ്റെ അറിവിൽ ഈ തൊഴിലുറപ്പ് കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്ന എന്തോരം കുടുംബങ്ങളുണ്ടെന്നറിയോ? ഒരുപാട് സ്ത്രീകൾ ഈ തൊഴിലുറപ്പിന് പോയിട്ട് തന്നെ അവരുടെ കുടുംബം ഭയങ്കര രസമായിട്ട്, അത്യാവശ്യം തരക്കേടില്ലാതെ, അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ പൈസ കൊണ്ട് മാത്രമല്ലാതെ മക്കളെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് അമ്മമാരെയും ചേച്ചിമാരെയും എനിക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സംരംഭങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ കീഴിലായാലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലായാലും പുതിയ സംരംഭങ്ങൾ സ്ത്രീകൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കട്ടെ. അത്തരം അവസരങ്ങൾ ഇതോടുകൂടി തുടക്കം കുറിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പ്രസംഗം വേദി അല്ലാതെ കലാപരമായ കഴിവുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വേദിയായി മാറട്ടെ എന്ന് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട്, ഞാനൊരു കലാകാരി ആയതുകൊണ്ടും അതിനെ ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാൻ തൽക്കാലം എൻ്റെ ഈ വലിയ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. എന്തായാലും ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും ഇപ്പം ഒരു കലാകാരി എന്ന രീതിയിൽ ഇവിടെ മുന്നിലിരിക്കുന്ന എല്ലാ അമ്മമാരും, കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒരു സീരിയൽ നടി ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെക്കാളും കൂടുതൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന മുഖം സീരിയൽ ആർട്ടിസ്റ്റുകളുടെ ആയിരിക്കും അല്ലേ? ആണെങ്കിൽ കൈയടിയൊക്കെ തരാം. എന്നുവെച്ചാൽ നിങ്ങൾ ഡെയിലി ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സിനിമ ഒരു ദിവസം ഒരിക്കൽ ഇങ്ങനെ കണ്ടി, സിനിമ എപ്പോഴും ചരിത്രമാണ്, പക്ഷെ എന്നാലും സിനിമ കണ്ടിട്ട് ആ സിനിമ കഴിഞ്ഞ് വേറൊരു അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ ഓർക്കൂല. പക്ഷെ സീരിയൽ അങ്ങനെയല്ലോ, 100 ദിവസം ഇതിന് 100-300 ദിവസം ഇതിന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലും നമ്മുടെ മുഖം മറക്കൂല. അപ്പോൾ അതുകൊണ്ട് ഒരു കലാകാരിയെ ജനിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനവും എൻ്റെ ഏറ്റവും വലിയ എല്ലാം. അപ്പോൾ ഈ പ്രോത്സാഹനവും അനുഗ്രഹവും സ്നേഹവും ഒക്കെ എന്നും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ വരാനൊരു അവസരം ഒരുക്കി തന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ സുഖമായ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.